ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിത രീതിയെല്ലാം പ്രപഞ്ച സൃഷ്ടികളെ കൊണ്ട് മുഖരിതമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ പ്രപഞ്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിങ്ങനെ 5 ഘടകങ്ങളുണ്ട്. ഈ അഗ്നി എന്ന് പറയുന്നത് ചൂടാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചൂടില്ലെങ്കിൽ, ഊഷ്മാവില്ലെങ്കിൽ, നമുക്ക് അതിനനുസരിച്ച് എല്ലുകൾക്ക് ബലം നൽകിയില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭൂമി നമുക്ക് പ്രപഞ്ചത്തിൽ നിലനിൽക്കാനായിട്ട് ശക്തിയും തേജസ്സും ഓജസ്സും എല്ലാം നമുക്ക് നൽകിയിരുന്നത് ഈ ഭൂമിയാണ്. ആ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ദൈവം തന്ന അനുഗ്രഹമാണ്. ഈ ഭൂമി, വിശാലമായി കിടക്കുന്ന ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ, മുന്നേറാൻ കഴിയുന്നത് തന്നെ വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രപഞ്ചത്തിൽ അപ്പോൾ ഭൂമിക്ക് വലിയ സ്ഥാനമാണുള്ളത്. പിന്നെ വായു, ജീവൻ നിലനിൽക്കണമെങ്കിൽ വായു കൂടിയേ തീരും. നമ്മുടെ ശരീരത്തിൽ നിറയെ വായു അറകളാണ്. വായു ഇല്ലെങ്കിൽ അവിടെ തീർന്നു നമ്മളുടെ എല്ലാ ഘടകങ്ങളും. അപ്പോൾ നമ്മൾ വായുവിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം എന്ന ശൂന്യത, ശരീരത്തിൽ ശൂന്യതയൊക്കെയാണ് സ്ഥാനം. കാരണം ഒരസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ് ശരീരം. അങ്ങനെ ഇരുന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ശൂന്യത, അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ കഴിയുമോ? മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമോ? നമുക്കൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവാൻ പാടില്ല? അസുഖങ്ങളുണ്ടാവാൻ പാടില്ല. അതിന് രക്തചംക്രമണത്തെ ത്വരിതപ്പെടുത്താനും, പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല പ്രമേഹം, അതും നമ്മുടെ ശരീരത്തിൽ അധികം വരാതെ അതിനെ ക്രമീകരിച്ച് അതിൻ്റെ എല്ലാ ഹോർമോൺസിനെയും, പിന്നെ അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ ദ്രാവകങ്ങളെയും, ശരീരത്തിനുള്ളിലുള്ള രക്തം മുതലായ പലതരത്തിലുള്ള ശരീരത്തെ എങ്ങനെയാണ് നിലനിർത്തി പോരുന്നത്, ആ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ദ്രവവസ്തുക്കളെയും അതേ തുലനാവസ്ഥയിൽ കൊണ്ടുവന്ന് നമ്മളെ സന്തുലിതാവസ്ഥയിലാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആകാശം. പിന്നെ ഭൂമി നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളും ഞാൻ പറയൽ കഴിഞ്ഞു. ഭൂമിയെക്കുറിച്ച് നമുക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയില്ലെങ്കിൽ നമ്മളില്ല. പ്രപഞ്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ജനങ്ങളായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഭൂമിയെ നമുക്ക് വാനോളം പുകഴ്ത്താം. ഇനി വെള്ളമാണ്, രക്തമാണ് ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദ്രവരൂപത്തിലുള്ള അമ്നോട്ടിക് ഫ്ലൂയിഡ്, മൂത്രം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളുടേതായ ഓർഗൻസിൻ്റെ കഴിവാണ്. അതിനെ നിലനിർത്താൻ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു ശരീരത്തെ സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകണമെങ്കിൽ, അവയെ അസന്തുലിതാവസ്ഥയിൽ നിന്നും നമ്മളെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ വേണം. അതായത് അഗ്നി വേണം. അഗ്നി തള്ളവിരലിനെ സൂചിപ്പിക്കുന്നു. വായു ചൂണ്ടുവിരലിനെ സൂചിപ്പിക്കുന്നു. ആകാശം നടുവിരൽ, പെരുവിരൽ എന്ന് പറയും. കണ്ടില്ലേ? ഇതാണ് നമ്മൾ ശരീരത്തിനെ ആകാശമായി സങ്കല്പിക്കുന്നത്. പിന്നെയോ ഇത് ഭൂമി, ഇതാണ് മോതിരവിരൽ. നമ്മുടെ ഭൂമിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിരലാണ് മോതിരവിരൽ. പിന്നെ ഈ ചെറുവിരലാണ് നമ്മുടെ വെള്ളം, ശരീരത്തിൽ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ ചെറുവിരലാണ്. അങ്ങനെ ഈ 5 വിരലുകളും പഞ്ചഭൂതങ്ങളിൽ നമ്മളിൽ സൃഷ്ടിതമാണ്. ഈ 5 വിരലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 2 കൈകളിലെയും ഈ 10 വിരൽ നമുക്ക് ഭൂമിയിലെ നിലനിൽപ്പിനും, ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിക്കാനും, ഭൂമിയിൽ മറ്റു ഏതോ ജോലിയായാലും നമുക്ക് നമ്മുടേതായ എന്ത് ജോലി, ആരോഗ്യ സൗഖ്യം നേടുന്ന എന്ത് ജോലി, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കുന്നത്. ഒരു കെട്ടിടം പണിയണമെങ്കിലും എന്ത് വേണം? ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിതമായ 5 വിരലുകളെ 10 വിരലുകൾ വെച്ച് വേണം നമുക്ക് എന്തും ചെയ്യാനായിട്ട്. അതില്ലാത്തവരും ചെയ്യുന്നു. പക്ഷേ അവർക്ക് അതിൻ്റേതായ കാലുകളിൽ 10 വിരലുകൾ ഉണ്ടാവാം.
അവയെല്ലാം സന്തുലനാവസ്ഥയിൽ പോയെങ്കിൽ മാത്രമേ ശരീരം നേരായ രീതിയിൽ അത് കടന്നു പോവുകയുള്ളൂ. അപ്പം നമുക്ക് ഈ 5 വിരലിനെയും 2 കൈയിലെ 10 വിരലിനെയും നമുക്ക് സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചില മുദ്രകൾ ഉണ്ട്. അത് പിന്നീട് അഭ്യസിക്കാം. ഓക്കെ, ബൈ.